ആഹാ, അല്ല ആരൊക്കെ ഇത്? കേറി വാ മക്കളെ. അനു, ആരൊക്കെ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. ഭാനുമേ. ആ സോനെ, എടുത്തി സത്യനിടയ്ക്ക് വന്നിരുന്നു. സോനെ തീരെ പ്രതീക്ഷിച്ചില്ല. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോ ആകെ ഒരു ടെൻഷനാ. അതാ ഞാനും സത്യേട്ടനും ഏട്ടത്തി വന്ന് കാണാന്ന് വിചാരിച്ച. ശരിക്കും എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഏടത്തി. ഏട്ടനോട് ചോദിച്ചപ്പോ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഏട്ടൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന മട്ടിലാ പറയുന്നത്. ഏട്ടൻ ആരെയും വിഷമിപ്പിക്കണ്ട. അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അമ്മ പറയുന്ന പോലെ ചെയ്താ മതി. ബാക്കിയുള്ളവരെ വിഷമിച്ചോളൂ. മഞ്ചാടി മോളെയും ചെറുക്കനെ അവിടെയാണോ സുശീല താമസിപ്പിച്ചിരിക്കുന്നത്? അയ്യോ, അവിടെയെങ്ങും ആരെയും താമസിപ്പിച്ചിട്ടില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കോ ഭാനുമേ? ആ, സുശീലല്ലേ ആള്. ചിലപ്പോ അതും ചെയ്യും. അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് തോന്നുന്നത് അമ്മ അവരെ ഹർഷയുടെ വീട്ടിലായിരിക്കും താമസിപ്പിച്ചിരിക്കുന്നതെന്നാ. ആ, അവിടെ ആയിരിക്കാനാ സാധ്യത. ഹർഷയുടെ സപ്പോർട്ടില്ലാതെ ഇതൊന്നും നടക്കില്ല. ഇക്കാര്യത്തിൽ ഇന്ദ്രേട്ടനും രവിയും അവരോട് സഹകരിക്കുന്നത് കാണുമ്പോ എല്ലാവരും കൂടി മഞ്ചാടിയും ജീവൻരാജിനെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ ആണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. അതുകൂടി ഏട്ടത്തിയോടൊന്ന് ചോദിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. നല്ല ഉദ്ദേശത്തോടെയാണോന്ന് ചോദിച്ചാ? അതായത് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കൂന്ന് ജീവൻരാജും മഞ്ചാടിയും പറഞ്ഞുന്നാ അമ്മ ഞങ്ങളോട് പറഞ്ഞത്. അവരെങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ അമ്മ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാ നിങ്ങൾക്ക് ചിലത് മനസ്സിലാവും. നിന്റെ അനിയത്തി അവളുടെ കാമുകനെ സംരക്ഷിച്ചിട്ട് സുശീലയ്ക്ക് ഒരു പുണ്യം കിട്ടാനില്ല. എടി, മര്യാദക്കാണെങ്കിൽ മാനം കെടാതെ മഞ്ചാടി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോവാം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം അവളെ അവനെയും പിരിക്കാൻ ഈ സുശീല വിചാരിച്ച നടക്കും. പകരം ഇന്ദ്രന്റെ ആ ഷോപ്പ് നീ അങ്ങ് മറന്നു കളഞ്ഞാ മാത്രം മതി. സുശീല ഇത് അനുപമയോട് പറയുന്നതിന് ഞാനും സാക്ഷിയാ. സ്വന്തം നേട്ടത്തിനല്ലാതെ സുശീല ഒരു കല്യാണം നടത്തുമെന്ന് വിശ്വസിച്ച നിങ്ങളാ വിഡ്ഢികള്. അവരുടെ അമ്മയല്ലേ ഭാനുമ്മ, അവർക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റൂ. ഇല്ല ഏടത്തി, ഇതങ്ങനെ അനുഭവിച്ചു കൊടുത്തൂടാ. അമ്മയുടെ ഉദ്ദേശം നമുക്ക് എങ്ങനെയെങ്കിലും മഞ്ചാടി അറിയിക്കണം. എങ്ങനെ? അവളെ നമുക്ക് കാണാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല സത്യം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. ഏടത്തി എന്റെ കൂടെ നിന്നാൽ മാത്രം മതി. നിൽക്കാന്ന് പറയട്ടത്തെ. എങ്ങനെയെങ്കിലും മഞ്ചാടി നമുക്ക് ഇതിന്ന് രക്ഷിക്കണ്ടേ? ശരി സത്യം. അവളിനി നമ്മള് പറയുന്ന വിശ്വസിക്കുമെന്നോ നമ്മളെ അനുസരിക്കുമെന്നോ എനിക്കറിയില്ല. എങ്കിലും എന്റെ അനിയത്തിക്ക് വേണ്ടി ഒരു അവസാന ശ്രമം നടത്താൻ ഞാൻ തയ്യാറാ. ആ, നിങ്ങൾ വാ, ചായ കുടിക്കാം. വാ.